അട്ടപ്പാടി പോലുള്ള മലയോര മേഖലകളിൽ ശക്തമായ മഴയും മഴക്കെടുതികളും വർദ്ധിക്കുകയാണ്. അഗളിയിൽ മരം വീണ വീട് തകർന്നു. കാരാറ വലിയ താഴത്ത് സണ്ണിയുടെ വീടാണ് മരം വീണ് തകർന്നത്. സണ്ണിയും അമ്മ ഏലിയമ്മ മൈക്കിൾ, ഭാര്യ ഷേർലി സണ്ണി, മകൻ ആശിഷ് സണ്ണി എന്നിവർ വീടിനകത്തുണ്ടായിരുന്ന സമയത്താണ് മരം വീണത്. ഇവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നിലവിൽ അടുത്തുള്ള ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് സണ്ണിയുടെ കുടുംബം. മരം വീണതിൽ പെര പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട നിലയിലാണ്. ഷീറ്റ് പെരയാണ്. പെര വന്നിട്ട് 30 വർഷമായതാണ്. 10 സെൻറ്റ് സ്ഥലമേ നമുക്കിവിടെ ഉള്ളൂ നിലവിൽ. ഇതിനകത്തു നിന്നുള്ള വരുമാന മാർഗം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കൂലിപ്പണി എടുക്കാൻ ഞങ്ങൾ ജീവിക്കണം. അമ്മയും മകനും മകൻ്റെ ഭാര്യയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മക്കളെല്ലാവരും ഓരോ വഴിക്ക് പോകായിരുന്നു. അമ്മ മക്കളെ വീട്ടിൽ നിലവിലുണ്ടായിട്ടുള്ളൂ. ഇനി പെര ഒരു പുനരുദ്ധാരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ എന്തെങ്കിലും നടപടികളൊന്നും വരാതെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വന്തമായിട്ട് വരുമാനം മാത്രം നമുക്കില്ല. അടുത്ത പറമ്പിൽ നിന്നാണ് മരം വന്ന് വീണെടുക്കുന്നത്. വീടിന് ചുറ്റുപാടുള്ള സ്ഥലം 3 സൈഡും പൊതുജനങ്ങളുടെയാണ്, ഒരു സൈഡ് റോഡുമാണ്. പാലക്കാട് അട്ടപ്പാടിയിൽ സ്കൂളിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. കനത്ത മഴയിലാണ് സംഭവം. കൂക്കമ്പാളയം UP സ്കൂളിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത്. ഇവിടെ പഠിക്കുന്ന ഏതാണ്ട് 400ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അതിൽ 60% ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ്. അപ്പോൾ ഈ കെട്ടിടം കാലപ്പഴക്കം ചെന്നതുകൊണ്ട് ഇത് ഏത് സമയവും തകർന്നു വീഴുമെന്ന് നിരവധി തവണ നമ്മൾ അധികാരികളെ അറിയിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ PT അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഗവൺമെൻറ്റിനെയും ഉത്തരവാദിത്തപ്പെട്ടവരെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഉത്തരവാദിത്തപരമായ ഒരു സമീപനവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ മഴ തുടങ്ങിയ സമയത്ത് തന്നെ ഈ സ്കൂളിൻ്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞ അവസ്ഥയിലാണ്. ഇപ്പോൾ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ക്ലാസ്സിൽ ചവിട്ടുന്ന സ്ഥലം ഇടിഞ്ഞതായതുകൊണ്ട് ഹെഡ് മാസ്റ്റർ ഇരിക്കുന്ന റൂം വരെ ചോർന്നൊലിക്കുകയാണ്. ഇപ്പോൾ 50 വർഷം പഴക്കമുള്ള ഈ ഇതുപോലുള്ള വിദ്യാലയങ്ങളിൽ കുട്ടികൾ എങ്ങനെ പഠിക്കും? എങ്ങനെ രക്ഷിതാക്കൾ ഈ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കും? വളരെ ഗുരുതരമായിട്ടുള്ള വിഷയം നിലനിൽക്കുകയാണ്. അടിയന്തരമായി ഗവൺമെൻറ്, കൂക്കമ്പാളയം ഗവൺമെൻറ് UP സ്കൂളിൻ്റെ കാര്യത്തിൽ സർക്കാർ ഇടപെടണം. പുതിയ ബിൽഡിംഗ് അടിയന്തരമായിട്ട് നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. അതേസമയം കനത്ത കാറ്റിലും മഴയിലും അട്ടപ്പാടിയിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടായിട്ടുള്ളത്. ഏക്കർ കണക്കിന് നേന്ത്രവാഴ കൃഷിയാണ് നശിച്ചത്. കാറ്റിൽ നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീഴുകയാണ്. അട്ടപ്പാടി സാമ്പാർക്കോടിൽ കൃഷ്ണന്റെ 500ഓളം നേന്ത്രവാഴകൾ കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലും നിലംപൊത്തി. ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തെ കൃഷിനാശത്തിന്റെ ഇൻഷുറൻസ് തുക പോലും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് കൃഷ്ണൻ പറയുന്നത്. 3 ദിവസത്തുള്ള മഴയ്ക്കാണ്, ഈ കാറ്റുമഴയ്ക്കാണ് ഈ വാഴകളെല്ലാം കംപ്ലീറ്റും പോയിരിക്കുന്നത്. 500 വാഴകളും പോയിട്ടുണ്ട്. കൃഷിഭവൻകാർ ഇന്ന് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വന്ന് കണ്ട് നോക്കിയിട്ട് ബാക്കിയുള്ള പറ്റിക്കൊക്കണം. ഈ വിള ഇൻഷുർ ചെയ്തിരിക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം വിള ഇൻഷുർ ചെയ്തതിന് കുറച്ച് പൈസയെ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള പൈസ കിട്ടിയിട്ടില്ല. ഇത് കടം മേടിച്ചും പാടത്തിനകത്താണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എത്രയും വേഗം ആ പൈസ ഒന്ന് കിട്ടണം. വിളവെടുപ്പിന് പാകമായ നേന്ത്രവാഴകൾ വീണു നശിച്ചതോടെ കർഷകർക്ക് കനത്ത തിരിച്ചടിയാവുകയാണ് ഈ മഴക്കാലം. അതേസമയം അട്ടപ്പാടി ചുരത്തിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. 27 വരെയാണ് ഭാരവാഹനങ്ങൾ ചുരത്തിൽ പ്രവേശിക്കുന്നത് നിരോധിച്ചിട്ടുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.